നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി കിച്ചൺ ടൂർ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ലിവിങ് വരുന്നത്. ലിവിങ്ങിൽ നിന്നും ഇതാണ് ഡൈനിങ് വരുന്നത്. ഇതൊരു റിനോവേഷൻ ചെയ്തിട്ടുള്ള കിച്ചണാണ് കേട്ടോ. പഴയൊരു വീടിൻ്റെ കിച്ചണ് പുതിയതാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ഹാളിൽ ഇവിടെ ഇതുപോലൊരു കട്ടിങ്സ് വന്നിട്ട് അത്യാവശ്യം പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൻ്റെ ഡോർ കൊടുത്തിട്ടുള്ളത്. ഡോർ ഓപ്പൺ ചെയ്താൽ വിശാലമായിട്ടുള്ളൊരു ഹാളാണ് ഫസ്റ്റ് കാണാൻ കഴിയുന്നത്. നല്ല ഭംഗിയിൽ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഈ വീടിൻ്റെ മുമ്പത്തെ കിച്ചണ് വർക്ക് ഏരിയ ആയിട്ട് അങ്ങനെ രണ്ട് സെപ്പറേഷൻ കൊടുത്തിട്ടൊരു കിച്ചണായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ആ സെൻറ്ററിലെ ചുമര് തട്ടിയിട്ട് ഒരുമിച്ചാക്കി വലിയൊരു ഹാൾ പോലെ ആക്കി കേട്ടോ. എന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാനൊരു ടേബിളും സെറ്റ് ചെയ്തു. അതുപോലെ ഈ ഒരു ഏരിയയിൽ ജനലും അതുപോലെ വാഷ് ബേസും സെറ്റ് ചെയ്തു കേട്ടോ. ഈ വാഷ് ബേസ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു മുമ്പ് കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറൊക്കെ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇവിടെ ഇതുപോലെ വാഷ് ബേസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വർക്കിംഗ് കിച്ചണായിട്ട് സെപ്പറേറ്റ് ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ടാക്കിയിട്ട് അതും കൂടി കാണിക്കാം. അപ്പോൾ ഇവിടെയായിട്ട് ഫ്രിഡ്ജൊക്കെ വെക്കാനൊരു ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാഗമാണ് കേട്ടോ ഇതുപോലെ ചെയ്തത്. പിന്നെ ഇവിടെയായിട്ടാണ് കിച്ചണ് വരുന്നത്. കിച്ചണിന് ഡോറ് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഹാളിൽ നിന്നും ഡോറ് കൊടുക്കാതെ ഇതുപോലെ നല്ല വീതിയിൽ കൊടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് കിച്ചണിലും സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഇത് നീളത്തിലുള്ളൊരു വർക്കിംഗ് കിച്ചണാണ് വരുന്നത്. ഇതാണ് പുതുതാക്കി എടുത്തിട്ടുള്ള കിച്ചണ്. ഇത് അത്യാവശ്യം നല്ല നീളത്തിലുള്ളൊരു കിച്ചണാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും വിറകടുപ്പൊക്കെ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടാൻ 3 ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ ഫ്ലോറിൽ മാർബിൾ തന്നെയാണ്. കൗണ്ടർ ടോപ്പ് നീളത്തിലാണ് കേട്ടോ. അവിടെയൊക്കെ ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ മിക്സിങ് കാര്യങ്ങളൊക്കെയുള്ള പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സിങ്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കബോർഡ് വർക്ക് ഒരു ഗ്രേ കളറിലാണ് കേട്ടോ. ഈ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് WPCയിലാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ കേരളത്തിൽ എവിടെ അവർ ചെയ്തു തരുന്നതാണ്. ഇവിടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഇവരുള്ളത്. അപ്പോൾ ഇവിടെ സിങ്ക് അത്യാവശ്യം നല്ല വലിയ സിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഗ്യാസ് അടുപ്പും ഇവിടെ ചിമ്മിനിയോട് കൂടിയിട്ടുള്ള ഇലക്ട്രിക് ചിമ്മിനിയോട് കൂടിയിട്ടുള്ള അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കുറച്ച് എടുത്തനായിട്ട് വിറകടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പുറത്തേക്കുള്ള ഡോറാണ്. കിച്ചൻ്റെ വാളിൽ മൊത്തം വൈറ്റ് ടൈലാണ് വച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വിറകടുപ്പിന് ചിമ്മിനി നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിറകടുപ്പ് ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ടും ചിമ്മിനി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല സൗകര്യമുള്ളൊരു അടുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടുപ്പൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഞാൻ മുമ്പ് കുറേ അടുപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇതിലെങ്ങനെ കത്തിക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ അടച്ചു കൊടുത്താണ് നമ്മൾ ഉപയോഗമൊക്കെ ആയിട്ട് അടച്ചു വെച്ചാൽ മതി. ഇങ്ങനെ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് അടപ്പായി കൊടുക്കും. അപ്പോൾ നമുക്ക് ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ നീറ്റാക്കി അടച്ചിടാം. അപ്പോൾ വീടിൻ്റെ അകത്ത് ഇതുപോലെ നല്ല ഭംഗിയിൽ അടുക്കളയിലൊക്കെ വിറകടുപ്പ് ഉണ്ടാക്കുന്നവർ ഇതുപോലെ അടുപ്പ് തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഈ മലപ്പുറം ജില്ലയിൽ എവിടെയാണെങ്കിലും ഈ അടുപ്പ് ഉണ്ടാക്കി തരും. അവിടെ നമ്പറും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ മുകളിലൊക്കെ ഇതുപോലെ കബോർഡ് വർക്കെല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇടയിൽ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ആക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കിച്ചൺ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കിച്ചൺ ടൂർ ഹോം റിലേറ്റഡ് വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ നല്ല ഭംഗിയിൽ ഇതുപോലെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുകളിലെ കബോർഡ് വർക്കിൻ്റെ ഇടയിലൂടെയൊക്കെ നല്ല ഭംഗിയുള്ള ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലും സീലിങ്ങിൽ നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ലൈറ്റ് ഇട്ട് കാണിക്കാം കേട്ടോ. മുമ്പ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ലൈറ്റ് ഇട്ട് കാണിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ളൊരു കിച്ചണ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയ കിച്ചണൊക്കെ പണിയുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹോം കിച്ചൺ റിലേറ്റഡ് വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.